ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിയോഗങ്ങളെ എങ്ങനെ ലൈറ്റ് വെയിറ്റ് ആക്കാം, എങ്ങനെ ഭാരം കുറഞ്ഞതാക്കാം, അതിൻ്റെ അകത്തുള്ള സ്വയം കണ്ടൻറ്റുകളെ നിങ്ങൾ വാറ്റിക്കളഞ്ഞാൽ മതി. സ്വയം കണ്ടൻറ്റുകൾ. എന്നിട്ട് എന്ത് ചെയ്യണം? കുരിശ് ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? കുരിശ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ രക്ഷപ്പെട്ടാൽ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തും. അതാണ് കുരിശ് ആഡ് ചെയ്യണത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ നിയോഗങ്ങളിൽ ഗ്യാരണ്ടി മറ്റുള്ളവരുടെ രക്ഷ. ഈ ദിവസങ്ങളിലെ റിനു റോജിൻ എന്ന് പറഞ്ഞൊരു ദമ്പതികൾ സാക്ഷ്യം പറഞ്ഞു. റിനു റോജിൻ അത് ഒരു 1.5 സാക്ഷ്യമാണ്. കുറേ ഘട്ടങ്ങളുണ്ട്, 13 ഘട്ടങ്ങളാൻ പറ്റിയ സാക്ഷ്യത്തിനുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറയാൻ ഉദ്ദേശിക്കണില്ല. അതിൻ്റെ ഒരു ഉദ്ദേശം, റിനു റോജിൻ ദമ്പതികളാണവർ. പെട്ടെന്ന് ഈ ഭർത്താവിന് ഒരു പനി വരും. 6 ഡിഗ്രി, അതായത് 106 ഡിഗ്രി. അതിൻ്റെ കാരണം ഒരു പ്രത്യേകതരം ബാക്ടീരിയ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ കയറും. എവിടുന്നാണ് കയറിയെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അത് അംബികസ്, അത് ശരിയാണോ ഇല്ലെന്ന് നമുക്ക് ടെസ്റ്റിഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. പക്ഷെ പനി വിട്ട് മാറുന്നില്ല. പനി കയറി പോയി അവസാനം ഡോക്ടർ ഇവളോട് പറയുവേ, ഐസിയുലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് പറയും, ഐസിന്ന് എത്ര കാലം കഴിയുമ്പോൾ എടുക്കാൻ പറ്റുന്ന അറിയത്തില്ല, ഈ ബാക്ടീരിയ കയറി കാരണം. എന്നാ ബാക്ടീരിയ ആണത്? സ്റ്റഫൈലോ ഫൈക്കസ് കോക്കസ്. സ്റ്റഫൈലോ കോക്കസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയാണ്. അത് കയറിയിട്ട് തന്നെ ബ്രെയിനിൽ കയറും, പിന്നെ കിഡ്നിയിലും കരളിലും ഒക്കെ കയറും. ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഡാമേജ് ആകും. ഭയങ്കര സീരിയസ് ആയി, അയാളെ മരിക്കുന്നൊരു കണ്ടീഷനായി. അപ്പോൾ ഇവൾ പറയണ കുറേ വാക്കുകളുണ്ട്. സാക്ഷ്യം നിങ്ങൾ കേൾക്കണ്ട. റിനുവിൻ്റെ സാക്ഷ്യം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യമാണ്. പ്ലെയിൻ മിറക്കിൾ ബൈ മിറക്കിൾ. ഒത്തിരി മിറക്കിൾസ് ഉണ്ടെങ്കിലും മിറക്കിൾ അല്ല അതിൻ്റെ അകത്തുള്ള സംഭവം. മിറക്കിളിനേക്കാൾ ഉപരി അതിൻ്റെ അകത്തൊരു സ്പൈനൽ കോഡ് പോകുന്നുണ്ട്. ദൈവാനുഭവത്തിൻ്റെയും ദൈവത്തിൻ്റെ കണ്ടെത്തലിൻ്റെയും ഒരു സ്പൈനൽ കോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ഡെലീറിയം സിറ്റുവേഷൻ ദൈവം മരിച്ചു പോകുന്നുള്ള ചിന്ത വരുമ്പോൾ ഉടനെ ഇവൾ പറയണത്, എനിക്കൊരു അഭയവുമില്ല. ആകപ്പാടെ എനിക്കുള്ളത് എന്താണ്? എൻ്റെ ഉടമ്പടിയാണെന്ന്. ഓ, എന്നെ വർത്താന, വല്ലാത്ത വർത്താന. ആ ഒരു സിറ്റുവേഷനിലേ എനിക്ക് ആകപ്പാടെയുള്ള അഭയം. കാര്യം ഇതിന് മരുന്നില്ല, ഒരു ഓപ്പറേഷൻ വേണം. ഏതെല്ലാം ഓർഗൻസ് ഓപ്പറേറ്റ് ചെയ്യണമെന്നൊരു പിടിയില്ല. സർജൻ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, കാശ് റെഡിയാക്കിക്കോ. സർജനെ കാണുമ്പോഴൊക്കെ പേടിയാണ്. ആ മനുഷ്യൻ പിടിക്കുന്ന 2 കാര്യം പറയാനാണ്. എന്താണ്? ഓപ്പറേഷൻ കാശ് റെഡിയാക്കിക്കോ, പിന്നെ മാനസികമായിട്ട് ഒരുങ്ങിക്കൊള്ളാൻ. ചിലപ്പോൾ ചത്തുപോകുന്നതായി പറയണത്. ഇവർക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര വലിയ സർജനായെന്ന് പറഞ്ഞാൽ, എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും ഒരു വിഷയം നമുക്കുണ്ടായാൽ അവർക്ക് 2 കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. എന്താണ്? ഒന്ന്, മാനസികമായിട്ട് ഭർത്താവിനും മരണത്തിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. രണ്ടാമത്തെ എന്താണ്? കാശ് റെഡിയായിക്കൊള്ളുക. പോരെ? അപ്പോൾ അവൾ പറയണതേ അതാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നറിയാവോ? ഞാൻ കല്യാണ നിശ്ചയത്തിൻ്റെ ദിവസം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ കെട്ടാൻ പോകുന്ന പയ്യൻ നീയാണ് സെലക്ട് ചെയ്തത്, അതാ ചുമ്മാ എനിക്ക് തോന്നിയതാണെന്ന് ചോദിച്ചു. നീ അല്ല സെലക്ട് ചെയ്തെങ്കിൽ ഇപ്പം പറയണം, ഞാൻ ഇപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, കല്യാണം വേണ്ട. എന്നിട്ട് ഇവിടെ വന്നിട്ട് കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം വിശ്വാസപ്രമാണം ചെല്ലും. ഒരു റിലേഷൻ കണ്ട. അതാണ് ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന യാഥാർത്ഥ്യങ്ങളോടുള്ള ഇൻറ്റിമസി എന്ന് പറയണത്. ചില ആൾക്കാർ കാണിക്കുന്നത് നമുക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. അവർ കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം പറയണേ, കർത്താവേ, ഈ കെട്ടാൻ പോണ പയ്യൻ നിൻ്റെ സെലക്ഷനാണോ? അതാ മാനുഷികമായിട്ടുണ്ടായ സംഭവമാണോ ഇത്? ഇനി ആണോ അല്ലേന്ന് നീ പറഞ്ഞാൽ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആരുമില്ല, അവളുടെ ദൈവവും മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവ് വചനം എടുത്തപ്പോൾ അവളോട് സംസാരിച്ചു. ജെറമിയ 29:11.
കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇപ്പോൾ ദൈവത്തിന് നമ്മുടെ സത്യസന്ധത പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം കമ്മ്യൂണിക്കബിൾ ആവും. നിങ്ങളൊക്കെ ഈ വചനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണതാണേ. എന്നിട്ട് തുറന്ന് നോക്കിച്ചു അതങ്ങനെയാണ്, അതങ്ങനെയല്ല, അതിങ്ങനെ ഇരിക്കുമെന്ന് പറയും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വചനം, നിങ്ങളുടെ സുഖത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ വചനം വളച്ചൊടിക്കും. അത് കർത്താവിനറിയാം. ചുമ്മാ ദൈവത്തെ പറ്റിക്കാൻ വേണ്ടി വചനം നോക്കണമെന്നറിയാം. വചനം നോക്കുന്നവരെ ഒന്നൊന്നര ജപമാലയൊക്കെ ചൊല്ലി അവിടെ കുത്തിയിരുന്ന് നേരത്തെ ഒന്ന് പോയി കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ വേണ്ടിയാണ് എടുക്കണമെന്ന്. തന്നെയല്ല, മുൻകാല വചനം നോക്കുന്നവരോട് ഷാർപ്പാകണമെങ്കിൽ മുൻകാല അനുഭവങ്ങൾ വേണം ദൈവത്തിന്. മുൻകാല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് വചനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പഞ്ഞവുമില്ല. ദൈവം ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വേണ്ട. അതിനെന്താണ് എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കിട്ടിയ വചനം അനുസരിച്ചാണ് ജീവിച്ചതെന്നുള്ള ഫോർമൽ റെക്കോർഡ്സാണ് പ്രശ്നം. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. പഴയ റെക്കോർഡ്സ് ഇല്ലേ, നിങ്ങൾ നേരത്തെയൊക്കെ വചനം എടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോഴും നിങ്ങൾ എന്നിട്ട് ആ വചനത്തിനെതിരായിട്ടായിരിക്കും ചെയ്യണത്. കർത്താവ് പറഞ്ഞ ആ സ്ഥലം എടുക്കരുതെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ സ്ഥലം എടുക്കാൻ വേണ്ടി വചനം നിങ്ങൾക്കൊരു സ്ഥലം വേണം, അതെടുക്കാനുള്ള വചനം നിങ്ങൾ പ്രാർത്ഥിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഹക്കൽ ദേവമാ രക്തത്തിൻ്റെ പറമ്പെന്നുള്ള വചനമായിരിക്കും ചിലപ്പോൾ കിട്ടിയത്. അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ്? അതെടുക്കരുതെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ നിങ്ങളെന്ത് ചെയ്യും? അയ്യോ അതെങ്ങനെ ചെയ്യാം, ഞാനെടുത്തില്ല, അവളാട്ട് കയറി എടുക്കുമെന്ന് പറയാം. ഇത് കൺസായല്ലേ? വേറെ ഒരുത്തി വീടിൻ്റെ പുറകിൽ താമസിക്കുന്നുണ്ട്, ഞാനെടുത്തില്ലെങ്കിൽ ആ പറമ്പ് അവൾ കയറി അടിക്കും, പിന്നെ അവളുടെ പൊങ്ങച്ചത് ഞാൻ കാണണം. അതിപ്പോൾ ഞാൻ ഉപയോഗിക്കണ്ടല്ലോ, മക്കൾക്ക് കൊടുത്താൽ മതി, അല്ലെ വിൽക്കാൻ വേണ്ടിയല്ലേ ഞാനെടുക്കും. ഇങ്ങനെ തരികിടെ തട്ടാമുടിയൊക്കെ പറയും ദൈവത്തോട്, ഇതിൽ സ്ഥലം എടുക്കും. അപ്പം തന്നെ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. എന്താ കാര്യം? നീ ഒരു വചനം പറഞ്ഞാലും നിൻ്റെ താല്പര്യം അനുസരിച്ചുകൊണ്ട് നീ നിൻ്റെ ലാഭം നോക്കിയും നീ അത് വളച്ചൊടിച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തെ നിരാകരിക്കൂ. അങ്ങനെ ഒരിക്കൽ നിരാകരിച്ചാൽ പിന്നെ വചനത്തോട് സംസാരിക്കത്തില്ല. വചനത്തെ സംസാരിക്കേണ്ട ഒരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ തന്നെ ഈ വചനം തുറന്നു നോക്കി തന്നെയും വചനം എടുപ്പിച്ചും തന്നെ ജീവിക്കണത് എത്രയോ വർഷങ്ങളായി. ഷാർപ്പ് ഷൂട്ടാണ്, കറക്റ്റ്. 2+2 4 പറയത്തുള്ളൂ, അല്ലാതെ 4.1 ഒന്നും പറയത്തില്ല. ദൈവം ഇൻട്രാക്ട് ചെയ്യണമല്ല, എൻ്റെ മീഡിയം അതാണ്. എല്ലാ സമയത്തുമൊക്കെ നമ്മളുടെ കൂടെ ഇങ്ങനെ നിഴല് പോലെ ഇങ്ങനെ ദൈവം സഞ്ചരിക്കും. ഉടമ്പടി പോലെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു സംഭവമില്ല. കാര്യം മറ്റേത് പ്രാർത്ഥന നോക്കിയാലും ഉടമ്പടി 10 പേരെടുത്താൽ അവർ സത്യസന്ധരാണെങ്കിൽ 10 പേരുടെ കൂടെയും ദൈവം സഞ്ചരിക്കും. സ്വപ്നം, ദർശനമെങ്കിൽ ദർശനം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മോൾ സാക്ഷ്യം പറഞ്ഞു, ദൈവമേ നീ എന്നെ കൈവിട്ടാ, ഞാൻ പാപ്പരായല്ല എന്ന് ഞാൻ ചിന്തിച്ച് വിഷമിക്കണ ആ സമയത്ത് തന്നെ കൃപാസനത്തിൽ മാതാവിൻ്റെ മുമ്പിൽ 16 നൂറുകണക്കിന് മെഴുകുതിരി കത്തിക്കണ മാതാവിൻ്റെ ഫ്രണ്ട് വശത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്കടിക്കണ ഒരു മെഴുകുതിരിയുടെ ഉരുകിയ മണമുണ്ട്. അതെന്നെ പാസ് ചെയ്ത് പോയെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ കൈവിട്ടിട്ടില്ല, അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന്. അതായത് ഇപ്പം ഞാൻ തന്നെ, അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു അമേരിക്കൻ ധ്യാനം വന്നു. അപ്പോൾ ഞാൻ കൽക്കട്ടയിൽ പോയി വിസ ഇൻ്റർവ്യൂ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ 160 ഫോം കാണാനില്ല പോയി. അപ്പോൾ ഞാനവിടെ അത് പോയാൽ പിന്നെ ഇൻ്റർവ്യൂ നടക്കത്തില്ല. ഞാനവിടെ നിന്ന് കൂളായിട്ട് ജവമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരയാൾ പറഞ്ഞ് കയറാൻ പറ്റത്തില്ല, നിങ്ങളുടെ ബയോമെട്രിയുടെ പേപ്പർ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കൂടാതെ നിൽക്കുകയാണ്. ഞാൻ കൂടെ നിൽക്കുകയാണ്. സാർ എൻ്റെ ഉണ്ടായിരുന്നതാണ്, 25 കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഹോട്ടൽ, വേണമെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം, പക്ഷേ ഇവിടെ എൻ്റെ രേഖകൾ കാണുമല്ലോ, സാർ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ ഞാനോടത്ത് ഈശോ ഇതിൻ്റെ അകത്ത് വല്ല കേസും ഉണ്ടോ എന്ന് ചോദിച്ചു. കേസ് അപ്പോൾ എന്നിട്ട് അവസാനം ഈ മനുഷ്യന് ഒരു അറിവ് തോന്നിയിട്ട് അവിടെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്കൂടി എന്നെ കയറ്റിക്കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂ നടക്കി. ഞാൻ ചെല്ലുമ്പോൾ പല കൗണ്ടേഴ്സാണ്.
കൗണ്ട് ചെയ്യുമ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു, നീ കൗണ്ടറിൻ്റെ എണ്ണം നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എണ്ണം നോക്കിയപ്പോൾ നമ്പർ 6 ആണ്. അപ്പം ഇറ്റ്സ് ഓക്കെ, ഇനി പോയാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ കാര്യം, അമ്മ കൂടെ ഉണ്ടല്ലോ, അത് മതി. നമ്പർ 6 ആരുടെ നമ്പരാ? അമ്മയുടെ നമ്പരാ. അത് നിങ്ങളെപ്പോഴും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. എല്ലാ സമയത്തും ഈ പ്രസൻസ് എന്ന് പറഞ്ഞ ഉടമ്പടിയുടെ ഒരു ഇട്ടിവെട്ട് സംഭവമാണ്. അത് ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ മറ്റേത് ഇത് ഗ്യാരണ്ടീഡ് അല്ലേ? കാര്യം ദൈവം വാഗ്ദാനം ചെയ്ത അതേ ഫോർമുല നമ്മൾ കണിശവും കൃത്യവുമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിൽ നടത്തുമ്പോൾ നീ കറക്റ്റ് ദൈവപൈതലായിട്ട് മാറുകയല്ലേ. അപ്പോൾ ആ ദൈവപൈതലായിട്ട് മാറണ സമയത്ത് സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാണ്. അതുകൊണ്ട് നിൻ്റെ സ്വപ്നങ്ങൾ നീ ശ്രദ്ധിക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ ആൾക്കാരോട് പറയുവേ, ഈ ദൈവം വരുന്ന ദേശീയപാതയാണ്. ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദൈവവും നമ്മളുടെ ബന്ധം പഞ്ചായത്ത് റോഡിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേ നിന്ന് മാറിയിട്ട് ദേശീയപാതയായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ മാറ്റണം അതിനെ. ഇപ്പം ദേശീയപാത എന്താ സംഭവിക്കണത്? ദേശീയപാത ഡൽഹിയിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് പോകണം, ഒരു ദീർഘദൂര പാതയാണ്. അവരെന്ത് ചെയ്യും? ആ ദീർഘദൂരമുള്ള ആൾക്കാർക്ക് വേണ്ടി സേഫാകാൻ ഇടയ്ക്ക് പട്ടി ചാടി വീഴുക, കഴുത പശു വന്ന് കയറുക. വടക്കേട്ടിലൊക്കെ ചെല്ലുമ്പോൾ പശുവാണ് നേരെ റോഡിൽ കൂടെ നടക്കണം മുഴുവനും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഓട്ടോറിക്ഷയും ആൾക്കാരും സൈക്കിൾ റിക്ഷയും ഇതിൻ്റെയൊക്കെ കാറും പശുവും എല്ലാം കൂടി നടക്കണുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ ഞാൻ പോയി. അപ്പോൾ അവിടെ എല്ലാം ഇത് തന്നെ അവസ്ഥ. അപ്പോൾ അവിടെ അതായത് ഇതുപോലെയുള്ള അവസ്ഥകൾ മാറ്റിയിട്ട് ഇത് എല്ലാവരും കയറി നിരങ്ങണ ഒരു റോഡല്ല ദൂരയാത്രയ്ക്ക് ഉപയോഗിക്കണത്. അത് 2 സ്ഥലത്തും മതിൽ കെട്ടിയിട്ട് ദൂരയാത്രക്കാരെ മാത്രം സേഫ് ചെയ്യാൻ, ലോക്കലായിട്ടുള്ള ചെറിയ ദൂരത്തിൽ പോകുന്നവർക്കെല്ലാം സർവീസ് റോഡ് കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ഒരു ദീർഘദൂര യാത്രയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കിയേക്കണം. പട്ടി പശു കഴുത ആവശ്യമില്ലാത്തൊക്കെ പോയി നിരങ്ങരുത്. എല്ലാത്തിനകത്ത് പോയി വാർത്തലൊക്കെ പിടിക്കരുത്. അതിന് ഇപ്പം കൃപാസനത്തിൽ എനിക്കൊരു പോളിസിയുണ്ട്. കാര്യം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യം കുറഞ്ഞാൽ മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഉടമ്പടിയിലുള്ള അനുഭവങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു കറക്ഷൻ കൊടുക്കും, അത്രേ ഉള്ളൂ. ആ ചാപ്റ്റർ അടച്ച് ക്ലോസ് ചെയ്യും. ഒന്നെങ്കിൽ അയാളെ ഞാൻ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ അയാളുടെ ഈ കൃപാസനത്തിലുള്ള ഓരോ കൗണ്ടറിലൊക്കെ ഓരോ ആൾക്കാർ ഇരിപ്പില്ലേ, ആ കൗണ്ടറിലുള്ള അവരുടെ ജോലി ഞാൻ ക്ലോസ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. എന്താ കാര്യം? അതൊക്കെ ലോക്കൽ പരിപാടികളാണ്. നമുക്ക് ആ ലക്ഷ്യങ്ങളില്ല. നമ്മുടെ ലക്ഷ്യം നമ്മൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ നിത്യതയ്ക്കുള്ള യാത്രയിൽ നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം. ഇപ്പോൾ ആ നാത്തിനുമായിട്ട് ഇടിവെച്ച്, അമ്മായിയമ്മയുമായിട്ട് ഇടിവെച്ച്, മരുമകളുമായിട്ട് ഇടിവെച്ച്, പിന്നെ ഓരോ കാര്യത്തിന് കയറി നിങ്ങൾ കെട്ടുപിണഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് മതിൽ കെട്ടി തിരിച്ചിട്ട് കഴുതയും പശുവൊക്കെ പോകാൻ വേണ്ടി സർവീസ് റോഡ് വെച്ചേക്കണം. അത് നിങ്ങൾ നിത്യതയിലേക്ക് പോണ വഴിയാണ്. നിത്യതയിലേക്കുള്ള വഴിയിൽ നല്ല ആവശ്യമില്ലാത്ത ട്രാഫിക് ഉണ്ടാക്കരുത്. യു ഗോട്ട് ദ പോയിന്റ്. പീഡിയ ആവശ്യമില്ലാത്ത വണ്ടി പോയി തലയിടരുതെന്നാണ് ഈ പറഞ്ഞതിന് വെച്ചം. ഓരോരുത്തരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ദി ഹാവ് നോ ഐഡിയ. നിങ്ങൾ മൂളിക്കേക്കും, ചിലപ്പോൾ അവരോട് ചിലപ്പോൾ യെസ് ഓർ നോ പറയും, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പേഴ്സണലായിട്ടും അതിനകത്ത് ഇൻവോൾവ് ചെയ്യരുത്. കാര്യം എന്താ? നിങ്ങൾ ഉടമ്പടിയിലാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുമായി ഉടമ്പടിയിലായിട്ടുള്ള നിത്യതയുടെ ദേശീയപാതയിൽ സഞ്ചരിക്കുന്ന എന്നെ ആ പാതയിലൂടെ നിത്യത വരെ സഞ്ചരിക്കുന്നതിന് പിൻപിടുത്തം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും എനിക്ക് വിടുതൽ നൽകണമേ. ഹല്ലേലൂയ.